സെക്കൻഡ് റൗണ്ടിൽ പോവാണ്. ബിരിയാണിയും പിന്നെ നല്ല പത്തിരിയും കറിയൊക്കെ ഉണ്ട്. പക്ഷെ കറി എന്തായിരുന്നു? നല്ല ചിക്കൻ കറി ഉണ്ട്, കോഴിക്കറി ഉണ്ട്. രണ്ടും സെയിം അല്ലേ? ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യെസ്, അപ്പോൾ നമ്മുടെ എജുപോണ്ട് ഇഫ്താർ മീറ്റ് ആണ്. നമുക്ക് എല്ലാവരെയും കൂട്ടി ഇഫ്താർ മീറ്റിൽ പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ എല്ലാ ആളുകളും ജോലിയിലാണ്. ജോലിയൊക്കെ ഏകദേശം അവസാനിപ്പിക്കാൻ സമയമുണ്ട്. നമ്മൾ ഇഫ്താറിൽ പോകാൻ ടൈം ആയിട്ട് ഏകദേശം 5 മണി കഴിഞ്ഞ് 5:40 ഇനി ആരും ഞങ്ങൾ പണിയെടുക്കാൻ സമയിപ്പിക്കുക. എല്ലാവരും എണീപ്പിക്കും. കമാൺ കമാൺ, പോകാൻ സമയം. പിന്നെ നമ്മൾ ഇഫ്താർ നടക്കുന്ന ഓഫീസുകൾ കേട്ടോ. നമ്മളിപ്പോൾ ഹൈലൈറ്റിലെ ബിസിനസ് പാർക്കിലെ ഓഫീസിലാണ്. നമുക്ക് വേറെ ഓഫീസ് ഉണ്ട് സൈബർ പാർക്കിൽ. അവിടെയാണ് നമ്മുടെ ഫുൾ പരിപാടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടി പോകണം. സോ കമാൺ, ഫോളോ മീ. വരി. യാള. യെസ് ഗൈസ്, സോ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനി നമ്മുടെ സൈബർ പാർക്കിലെ ഓഫീസിലൊക്കെ പോകുന്നത്. അവിടെയാണ് നമ്മുടെ മുഴുവൻ സജ്ജീകരണം. കാരണം ഇവിടെ നമ്മുടെ ഓഫീസിൽ ഇത്രയും ആളുകളെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സാധനം സെറ്റപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നല്ല ചില്ലും പൊളി പരിപാടിയൊക്കെ നടത്താൻ നമ്മൾ വിചാരിക്കുന്നത്. ഇനി അവിടെ എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളായിരുന്നു അവിടെ പരിപാടികളൊക്കെ സെറ്റപ്പ് ആയി കൊടുത്തത്. പക്ഷെ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല. അവിടെ പോയി വയ്ക്കാനുള്ള അവിടെ എന്താണ് അവിടെ റെഡിയാക്കി വെച്ചത്, ഇനി ഫുഡുണ്ടോ, ഇനി വെറും കാരയ്ക്കും പിന്നെന്താ പത്തിരിയും ബിരിയാണി മാത്രം അജാസ നമ്മളെ പറ്റിയോ ഒന്നും അറിയില്ല. അവിടെ പോയാലോ ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ. യെസ്, അപ്പൊ നമ്മള് സൈബർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റോഡൊക്കെ ഉണ്ടാക്കി പാലത്തിന്റെ അടിയിലാണ് ഇപ്പോൾ. എന്തായാലും നിർത്തിക്കും. ഇവിടത്തെ സൈബർ പാലേ നമ്മൾ പോവാണ്. സെക്യൂരിറ്റി മിക്കവാറും നമ്മളെ പോക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ID കാർഡ് നമ്മൾ ആരും എടുത്തില്ല. യെസ്, എജുപോണ്ട് നോമ്പ് പറ. യെസ്, അപ്പം സെക്യൂരിറ്റി നമ്മളെ വിട്ടിരിക്കുകയാണ്, പൊക്കി തന്നിട്ടുണ്ട്. യെസ്, റൈറ്റ്. യെസ്, അവിടെ ലൈറ്റ് ഒക്കെ എന്തോ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചെന്നുള്ളത്. അല്ല, നമ്മളെ പരിപാടികളൊന്നും ഇതുവരെ ഫുള്ളായില്ലല്ലോ. ഇനി എന്തൊക്കെയോ പരിപാടികൾ സെറ്റ് ചെയ്യാണ്ടല്ലോ. ഇവര് പോയി നോക്കാം നമുക്ക് എന്തൊക്കെ എവിടെ എത്തിയെന്നല്ല. ലൈറ്റും പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ട്, ഫുഡൊക്കെ വെക്കുന്നുണ്ട്. അഷൽ സാർ ചുമ്മാ അവിടെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഏൽപ്പിച്ചൊന്ന് വേഗം വൃത്തിക്ക് ചെയ്തുകൂടത്. എന്താണ് അല്ല, ഇതെന്താ ഒന്നും ആയില്ല. എത്ര നേരെ ഏൽപ്പിച്ചിട്ട്. ഞാൻ ഉച്ചക്ക് 1 മണി മുതൽ ഇവിടെയാണ്. അല്ല, ഉച്ചക്ക് 1 മണി മുതൽ നീ ഇവിടെ ആ ഒരു പേടി ഞങ്ങൾക്ക് ഉള്ളത്. ഉച്ചക്ക് 1 മണിയിൽ നീ നോമ്പ് തുറന്നോന്നുള്ള പേടിയില്ല. അങ്ങനെ ഉണ്ടോ? ഇവന്മാരിത് എന്താ ഇവിടെ ഒരു പരിപാടി ഏൽപ്പിച്ചിട്ട് ഒന്നും ആക്കില്ല എന്ന് പറയണത്? എന്താ ഇത്? നോ, അക്രമം പാടില്ല. വരും, നമുക്ക് അടുത്ത് നോക്കാം. കമോൺ. എന്തായി പരിപാടികളൊക്കെ? എന്തായി പരിപാടി? സെറ്റോ? ഉഷാറല്ല. എന്താ വെള്ളം എന്താ കളിക്കുന്നത്? എന്താ മോബദ് സർവത്താ ഓർമ്മയിലേക്ക് ഇതിപ്പോ റൂഹഫ്സ കലക്കിയിട്ടുള്ള പാലോയ്ക്കാണ് അല്ലേ? യെസ്, ചോദിച്ചോളൂ. ഐസ്, പണ്ട് നല്ലൊരു പ്രൊഫഷണൽ ഇത് ഫീൽ ചെയ്യുന്നു. പണ്ട് ഇതിന്റെ പണി ഉണ്ടായിരുന്നോ? നല്ലൊരു പ്രൊഫഷണലിസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പാലോയ്ക്കുന്നതില്. എല്ലാം തണുപ്പിച്ചാണ്. എന്താ ഒരു ഭയങ്കര ക്ഷീണം നോമ്പ് ഏറ്റവും ചെറിയ ക്ഷീണം അല്ലേ? ശരിക്കും അവസാന 10ലേക്ക് എത്തുമ്പോ ക്ഷീണം കൂടുന്ന പറയാം. ഇത് വയസ്സന്മാരെ 10 പണ്ടത്തെ ആൾക്കാർ പറയല്. അപ്പൊ വയസ്സായി വയസ്സാണാലും ഉന്നെ വിട്ട് പോകാതെ. ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ് എടുത്തില്ല. എന്താ എടുക്കാത്തത്? അതൊക്കെ ലാസ്റ്റിലേക്ക് നോക്കും. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇപ്പൊ ഫുള്ള് ഇബാദത്തിൽ മാത്രം. പലരും നമ്മളെ കോഴിക്കോട് ബൈപ്പാസിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സൈബർ പാർക്കിന്റെ വലിയ ബോർഡ് കാണാം. പക്ഷെ പലർക്കും ഇതിന്റെ ഉള്ളോട്ട് കയറാൻ കഴിയാറില്ല. എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് പലർക്കും കയറാറില്ല. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പല സ്റ്റാർട്ടപ്പിന്റെയും പല ബിസിനസ് പരിപാടിന്റെ ഒക്കെ പരിപാടികളോടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഓഫീസിന് മുന്നിലാണ്. അപ്പോൾ എജുപോണ്ടൊക്കെ ഫസ്റ്റ് ഓഫീസ്, എജുപോണ്ട് തുടങ്ങിയത്, എജുപോണ്ട് ആദ്യം നമ്മൾ തറയിടലിനൊക്കെ പറഞ്ഞാൽ ആദ്യ ഓഫീസ് ശരിക്കും ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു, സ്റ്റാർട്ടപ്പ് മിഷനിൽ. ഇവിടെ നമ്മൾ പിന്നെ പലപ്പോൾ നമ്മൾ നിൽക്കുന്ന ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. അതുപോലെ നമുക്ക് വേറെ 2-3 സ്ഥലത്തൊക്കെ ഓഫീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ പലതിന്റെയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പല സ്റ്റാർട്ടപ്പിന്റെ
എല്ലാത്തിൻ്റെയും ഒരു തുടക്കം എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു സംഭവമാണ് എന്തോ ഈ പറയുന്ന സൈബർ പാർക്ക്. നമുക്ക് ഇവിടെ വേണ്ട പല ബേസിക് ആയ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അല്ല പിന്നെ എല്ലാ പ്രൈവറ്റും ഇവിടെ നിന്നുണ്ട്. അപ്പോൾ പല ആളുകളും ഇങ്ങനെ നമ്മൾ ഈ ഒരു ബൈപ്പാസിലൂടെ ഹൈലൈറ്റ് മാളിന് മുന്നൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പലർക്കും അറിയില്ല എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംവിധാനം ഇതിന്റെ ഉള്ളിൽ. ഇപ്പോൾ നിങ്ങൾക്ക് റോഡും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. നല്ല വെൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള പരിപാടികളാണ് ഇതിന്റെ ഉള്ളിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് മാത്രം പറയുന്നുള്ളൂ. അവിടെ പോയി സഹ്യ എന്ന് പറഞ്ഞ വേറെ ബിൽഡിംഗ്, അവിടെയൊക്കെ ഒരുപാട് കമ്പനികളൊക്കെ നിങ്ങൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പല IT കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് നമ്മുടെ കോഴിക്കോടുള്ള ഈ ഒരു സൈബർ പാർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ എന്താണ് സൈബർ പാർക്കിന്റെ ഒരു ബേസിക് കാര്യം നിങ്ങളോട് പറഞ്ഞു മാത്രം കേട്ടോ. ബാക്കി നമുക്ക് എന്തെങ്കിലും നമ്മുടെ നോമ്പർ തന്നെ നമുക്ക് വരും. ഇനി നമ്മളിപ്പോൾ 1200ഓളം വർഷം പഴക്കമുള്ള ഒരു അറബി ഗാനമാണ് അടുത്ത് പാടാൻ വേണ്ടി പോകുന്നത്. ലിറിക്സ് ഫുള്ളായിട്ട് എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ ചില റീലുകൾ കണ്ട് പരിചയത്തിൽ മാത്രം പാടുകയാണ്. ആർക്കാ ആ പാട്ടാൻ ഒരാളുണ്ടോ? ഞാൻ കൂടെ ഞാൻ പാടിത്തരാം. ആർക്കാ പാടാറിയാ? അസലറിയാ? അസല തത്തമ്മ പൂച്ച പൂച്ച ഇസപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു. നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ പോവാണ്. ബിരിയാണിയും പിന്നെ നല്ല പത്തിരിയും കറിയൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ബിരിയാണി കണ്ടപ്പോൾ തന്നെ അതുകൊണ്ട് പിന്നെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് വരിക്കണം. കാണിച്ചു കൊടുക്കുക ബിരിയാണി ഭക്ഷണമൊക്കെ വരിക്കണം. നല്ല ബിരിയാണി കേട്ടോ. നിങ്ങൾ എന്താ കഴിക്കാൻ ഉദ്ദേശിക്കും? ബിരിയാണിയാണോ അല്ലെങ്കിൽ പത്തിരിയാണോ? പത്തിരിന്റെ കൂടെ കറി എന്തായിരുന്നു? നല്ല ചിക്കൻ കറി ഉണ്ട്, കോഴിക്കറി ഉണ്ട്. രണ്ടും സെയിം അല്ലേ? മേലെ കയറാൻ അപ്പോൾ നമ്മൾ ഈ വർഷം ചെറിയൊരു ഇഫ്താർ പാർട്ടിയോട് അവസാനിക്കാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു വ്ളോഗ് നമ്മൾ ഇഫ്താർ എങ്ങനെയുണ്ട് നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇഫ്താർ വ്ളോഗ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും വീണ്ടും കാണുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ ടാറ്റാ.